ഇന്നലെയാണല്ലോ ഭൂട്ടാൻ കാറുകൾ നമ്മുടെ വാർത്താ ഇടങ്ങളിലേക്ക് എത്തിയത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണമുള്ളവർക്കും ആഡംബര കാറുകളോട് താല്പര്യമുള്ളവർക്കും അത് വാങ്ങിക്കൂടെ, അതിലെന്താണ് തെറ്റ് എന്ന്. ഇതിൽ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം നികുതി വെട്ടിപ്പാണ്. അതായത് മറ്റൊരു രാജ്യത്ത് നിന്ന് നികുതി വെട്ടിച്ച്, അതുപോലെ തന്നെ ഡ്യൂട്ടി വെട്ടിച്ച് മാത്രമാണ് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ കടത്തിക്കൊണ്ട് വരാൻ കഴിയുകയുള്ളൂ. അതിർത്തി കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രത്യേകം പാർട്സുകളാക്കിയോ ആണ് ഇത് കൊണ്ടുവരിക. രണ്ടാമത്തെ പ്രശ്നം വ്യാജരേഖകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് ഇത് മറ്റൊരു രാജ്യത്ത് നിന്ന് കടത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള രേഖകൾ ഉണ്ടാവില്ല. ഇത് കൃത്രിമമായി നിർമ്മിച്ചതോ അതല്ലെങ്കിൽ തെറ്റായ സ്വാധീനത്തിലോ കൈക്കൂലി കൊടുത്തോ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ കാറുകളുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു പ്രശ്നം. ഇനി മൂന്നാമത്തെ ചോദ്യം, ആരാണ് കുറ്റക്കാർ? ഇത് കടത്തിക്കൊണ്ടുവരുന്നവരാണോ, അതോ ഇടനില നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണോ, അതോ ഇത് വാങ്ങുന്നവരാണോ? വാങ്ങുന്നവർക്ക് പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഇത് ഇത്തരത്തിൽ അനധികൃതമായി കൊണ്ടുവരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ. പക്ഷേ അവരുടെ അറിവോടുകൂടിയാണോ വാങ്ങിയത് ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും അവരുടെ കയ്യിൽ നിന്ന് വാഹനം കണ്ടുകെട്ടും. പിന്നെ തിരിമറിയെക്കുറിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാകും പിന്നെ കൂടുതൽ അന്വേഷണം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങൾ. ആഡംബര കാറുകൾ വാങ്ങുക, വിന്റേജ് എക്സോട്ടിക് കാറുകൾ ശേഖരിക്കുക എന്നിവയൊക്കെ ഒരു ഹരമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. എല്ലാം നിയമപരമായ മാർഗങ്ങളിലൂടെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. അതിനു പകരം തൻ്റെ വാഹന ശേഖരത്തിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നിയമത്തിന്റെ കണ്ണ് വെട്ടിച്ചു കൊണ്ടുവരുന്ന വാഹനങ്ങളെ കൂടി ചേർക്കുന്നിടത്താണ് പ്രശ്നം. അവിടെ നിയമത്തിന് മുന്നിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്.